അമിതമായി ചായ കുടിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ അമിതമായ ഈ ചായ കുടി നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഒരു ചായ കുടിച്ചാൽ ആ ദിവസം തന്നെ ഉഷാറായി എന്ന് കരുതുന്നവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ അമിതമായി ചായ കുടിക്കുന്നത് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് വിലയിരുത്തൽ. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ടാനിനുകൾ ആമാശയത്തിന് അത്ര ഗുണകരമല്ല. കൂടാതെ ഇത് വയറ്റിലെ ആസിഡ് ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. കാപ്പിയിലുള്ളതിനേക്കാൾ കൂടുതൽ കഫീൻ ചായയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് പോലെയുള്ള അസുഖങ്ങൾക്ക് കാരണമായി പിന്നീട് അത് നെഞ്ചെരിച്ചിൽ, ദഹനക്കേട് എന്നീ അവസ്ഥകളിലേക്ക് നയിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വെറും വയറ്റിൽ ചായ കുടിക്കുന്ന ശീലമുള്ളവരാണ് നമ്മളെങ്കിൽ അത് അസിഡിറ്റിക്ക് കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. കൂടാതെ അമിതമായി ചായ കുടിക്കുന്നത് സിങ്ക്, അയൺ എന്നിവയുടെ ആഗിരണത്തെ തടസ്സപ്പെടുത്തി കാലക്രമേണ ശരീരത്തിലെ പോഷകത്തിന്റെ അളവ് കുറച്ച് കുടലിന്റെ ആരോഗ്യത്തെയും മൊത്തത്തിലുള്ള ദഹനത്തെയും വരെ ബാധിക്കുന്നു. ചായയിൽ ജലാംശമുണ്ടെങ്കിലും ഇത് കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ആവശ്യമായ വെള്ളം ലഭിക്കുന്നില്ല. കൂടാതെ ഇത് നിർജ്ജലീകരണത്തിന് കാരണമാവുകയും ചെയ്യും. എന്നാൽ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തി ചായ കുടിക്കുന്നത് നിർത്താമെന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾക്ക് അത് അത്ര എളുപ്പമായിരിക്കില്ല. അതിനാൽ ചായയുടെ ഉപഭോഗം പരിമിതപ്പെടുത്തിക്കൊണ്ട് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഒരു ദിവസം 2 അല്ലെങ്കിൽ 3 കപ്പ് ചായ വരെ മാത്രം കുടിക്കുക. അമിതമായി ദിവസേന കുടിക്കുന്ന ചായ പൂർണ്ണമായും ഒഴിവാക്കുക. കൂടാതെ ചായ വെറും വയറ്റിൽ കുടിക്കുന്നതും ഒഴിവാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. ആമാശയത്തിലെ അസിഡിറ്റിയുടെ ആഘാതം കുറയ്ക്കുന്നതിനായി ഭക്ഷണത്തിന് ശേഷം മാത്രം ചായ കുടിക്കുക. ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി ദിവസേനയുള്ള ചായയുടെ അളവ് കുറച്ച് പകരം കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക.